എല്ലാവർക്കും ഷജിലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വൈറ്റ് സോസൊക്കെ ചേർത്തിട്ടുള്ള ഒരു വെജിറ്റബിളൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു പാസ്തയുടെ റെസിപ്പിയാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. 400 ഗ്രാം പാസ്തയാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത്, ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തത്, ഒരു ചെറിയ കപ്പ് സ്വീറ്റ് കോൺ വേവിച്ചത്, ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്. ആദ്യം പാസ്ത വേവിച്ചെടുക്കാം. അതിനായി കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾക്ക് പാസ്തയിൽ ചേർത്ത് കൊടുക്കാനുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒരു 3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊരു 3 മിനിറ്റ് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് കൂടുതൽ വെന്ത് പോവരുത്. ഇനി ഈ പാനിൽ നിന്നും മാറ്റാം. വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദ കരിയാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാസ്തയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ വൈറ്റ് സോസ് പാസ്ത ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.